إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن المساجد لله فلا تدعوا مع الله أحدا الله سبحانه وتعالى സൂറ ജിന്നിൽ കൂടി എന്താണ് അള്ളാഹുവിന്റെ പള്ളികളുടെ പ്രത്യേകതയെന്നും അതിൽ വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിനെ മാത്രമേ ആ പള്ളികളിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നുമുള്ള ആ കൃത്യമായ സന്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് പകർന്നു നൽകുകയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, നിശ്ചയമായും പള്ളികൾ, ആ മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, നിങ്ങൾ അപ്പോൾ വിളിക്കാൻ പാടില്ല, അല്ലാഹി, അല്ലാഹുവിന്റെ കൂടെ വിളിക്കാൻ പാടില്ല, അഹദൻ, ഒരാളെയും. അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പടുത്തുയർത്തിയ പള്ളികളിൽ വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമുക്ക് നൽകുന്ന സന്ദേശം. എന്നാൽ ഇന്നത്തെ ഈ മുസ്ലിം സമുദായത്തിൽ നോക്കൂ നിങ്ങൾ, പല സൂഫി ശിയാ തരീഖത്തുകളുമായി ബന്ധപ്പെട്ട പല പ്രസ്ഥാനങ്ങളും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പടുത്തുയർത്തിയ കെട്ടിയുയർത്തിയ പള്ളികളിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ മരണപ്പെട്ട് കബറിൽ കിടക്കുന്ന പല സൂഫി ശിയാ ശേഖന്മാരെയും 1000 വട്ടവും 10000 വട്ടവും ഒക്കെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ്? അവരൊക്കെ ആ കബറിൽ നിന്നും അങ്ങനെ തന്നെ എഴുന്നേറ്റ് വന്നുകൊണ്ട് ഇവരെ സഹായിക്കും, പ്രശ്നങ്ങൾ കേൾക്കും, പരിഹരിക്കും എന്നൊക്കെയാണ് ഈ പിഴച്ച വിശ്വാസികൾ പൊതുജനങ്ങളുടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വലാലത്തിന്റെ മാർഗത്തിൽ നിന്നും നാം പരിപൂർണമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു. പള്ളികൾ അല്ലാഹുവിന് വേണ്ടി മാത്രമായി പരിശുദ്ധപ്പെടുത്തി വെക്കുവാനും അതിൽ വെച്ചുകൊണ്ടൊരന്യ സംസാരം പോലും നാം നിർവഹിക്കാൻ പാടില്ല. ഒരു അനാവശ്യമായ ഒരു സംസാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകരമായ സംസാരമോ സംസാരിക്കുന്ന പോലും വളരെയധികം തെറ്റായിരിക്കെ അല്ലാഹു അല്ലാത്തവരെ ഇത്തരം പള്ളികളിൽ നിന്നും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ എത്ര കഠിനമാണ്, കഠോരമാണെന്ന് പറയാതെ വയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.